ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് നോക്കുമ്പം സാധനം തല തിരിഞ്ഞ് ഇറങ്ങുന്നു. നോക്കി, തല തിരിഞ്ഞ് ഇറങ്ങുക. ഇങ്ങനൊരു ഫാന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ വി ഗാർഡിന്റെ ഇൻസൈഡ് ജി എന്ന ഈ ഒരു ഫാന് മാർക്കറ്റിലുള്ള ഫാനുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആണ്. എന്താണെന്ന് പറഞ്ഞു തരാം, നിങ്ങൾ എന്തായാലും അറിയാതെ പോകരുത്. ഈ കാണുന്ന പോലെ നല്ല ബോക്സിലാണ് കിട്ടുന്നത്. ഇവിടെ ഫോട്ടോസും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുറച്ച് കുട്ടി ബോക്സുകൾ നമുക്ക് കിട്ടും. ആ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് കനോപ്പി, ബോട്ടം കനോപ്പി, ഡൗൺ റോഡ് കവർ, ഡൗൺ റോഡ്, ഷക്കിൾ കിറ്റ്, സേഫ്റ്റി റോപ്പ്, വാറണ്ടി കാർഡ്, റിമോട്ട് കൺട്രോള്, 2 ബാറ്ററീസ്, ഇനി 3 ഈ കാണുന്ന പോലെയുള്ള ബ്ലേഡ്, അതിമനോഹരമായിട്ടുള്ള ഫാൻ്റെ മോട്ടറും, ഇത്രയും സംഭവങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. ഇത് ഫിറ്റ് ചെയ്യുന്ന സാധാരണ ഫാൻ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അത് പറഞ്ഞ് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഇനി പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഈ ഒരു ബോക്സിൽ തന്നെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മൊബൈലിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള വീഡിയോ ഇവർ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് ഫിസിക്കൽ ഓർവി നോക്കുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല പ്രീമിയം മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല അടിപൊളി സ്ലീക്ക് ആൻഡ് സ്ലിം ഡിസൈൻ ആണ്. ചുമ്മാ പറഞ്ഞതല്ല, നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയും കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ഇനി ഇതിന്റെ കളർ കോമ്പിനേഷനും കൊള്ളാം. ഇത് ചോക്കോ ഗോൾഡ് വുഡ് ആണ്. ബട്ട് ഏത് റൂമിനും സ്യൂട്ട് ആകുന്ന തരത്തിലുള്ള 12 ഡിഫറെന്റ് കളേഴ്സിൽ ഈ ഒരു ഇൻസൈഡ് ജി മോഡൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, ഒട്ടുമിക്ക ഫാനുകളിലും ഇത്രയും കളേഴ്സ് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ കളർ പറ്റിയത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ടി വരില്ല. ശരിക്കൊരു റൂമിന്റെ ഭംഗി കൂട്ടുന്നതിൽ ഒരു ഘടകമാണല്ലോ ഫാന്. അതിന്റെ കാര്യത്തിൽ ഈ ഒരു സാധനം നല്ല ബെറ്റർ ലുക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈ സ്പീഡിൽ 370 RPM ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു BLDC മോട്ടറിൽ വർക്ക് ചെയ്യുന്ന ഫാനാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ഫാൻ 75 വാട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ ഇതിന് വെറും 35 വാട്ട്സ് മാത്രമേ വരുള്ളൂ. അതാണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. അത് മാത്രമല്ല, ഇതിന്റെ വോൾട്ടേജ് റേഞ്ച് വരുന്നത് 60 വാൾട്ട് ടു 310 വാൾട്ട് ആണ്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും ഫാൻ്റെ സ്പീഡിൽ മാറ്റങ്ങൾ വരില്ല. സാധാരണഗതിയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, വോൾട്ടേജിൽ ചെറിയൊരു മാറ്റം വന്നാൽ മതി, ഈ ഫാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ആ ഒരു സംഭവം ഇതിനുണ്ടാവില്ല. ഈ ഫാൻ റിലയബിൾ PCB ഡിസൈനും 2 സ്റ്റേജ് സർജ് പ്രൊട്ടക്ഷനും ഉണ്ട്. അതായത് ഈ ഫാന് എക്സ്ട്രാ ലെയർ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന്. ഈ ഒരു ഫാനിന്റെ ഫുൾ കൺട്രോളിംഗ് വരുന്ന ഈ ഒരു റിമോട്ടിലാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, പിന്നെ ഒരുപാട് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഈ റിമോട്ട് ഉള്ളതുകൊണ്ട് ഓർഡിനറി ഫാന് പോലെ നമ്മൾ എണീറ്റ് പോയി കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ഈ റിമോട്ട് വെച്ചിട്ട് എല്ലാ സംഭവവും കൺട്രോൾ ചെയ്യും. അത് മാത്രമല്ല, സാധാരണ ഫാൻ പോലെ ഇതിന് ഫാൻ റെഗുലേറ്ററിന്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ ക്യാഷ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇനി റിമോട്ട് ഇല്ലാതെയും സ്വിച്ചിൽ ഇതേപോലെ കളിച്ചുകൊണ്ട് നമുക്ക് സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിമോട്ട് കേട് വന്നാലൊക്കെ ഇങ്ങനെ സ്വിച്ചിലും കൺട്രോൾ ചെയ്യും. അത് മാത്രമല്ല, സാധാരണ ഫാൻ ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സും ഇതിൽ കിട്ടുന്നുണ്ട്. കാണിച്ചു തരാം. 3 ഡിഫറെന്റ് മോഡുകൾ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബൂസ്റ്റ് മോഡ്, ഈ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഫാൻ്റെ മാക്സിമം RPM സ്പീഡിൽ വർക്ക് ചെയ്യും. ബ്രീസ് മോഡ്, നല്ല ഫീല് തരുന്ന കടൽക്കാറ്റ് പോലത്തെ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ മോഡൽ അങ്ങ് ഇട്ടാൽ മതി, സംഭവം സെറ്റ്. സ്ലീപ്പ് മോഡ്, സാധാരണ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നല്ല കാം ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മോഡ്. ഇനി ഇത് തന്നെ 2 ഡിഫറെന്റ് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് സ്ലീപ്പിംഗ് മോഡ്, വരുന്ന 8 മണിക്കൂറിനുള്ളിൽ ഫാൻ സ്പീഡ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ 2 സ്പീഡ് വരെ കുറയും. രണ്ടാമത്തെ കസ്റ്റം സ്ലീപ്പിംഗ് മോഡ്, ഇതിൽ നമുക്ക് വേണ്ട സ്പീഡിലേക്ക് വരുന്ന 8 മണിക്കൂറിൽ എങ്ങനെ വരണം എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. മൾട്ടി ടൈമർ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫാൻ ഓഫ് ആകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. 2, 4 and 8 hours എന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഇതൊന്നും അല്ലാതെ ഒരു യുണീക് ഫീച്ചറും ഇതിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ വിന്റർ സീസൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ റിവേഴ്സ് റൊട്ടേറ്റ് എന്നുള്ളൊരു സെറ്റിംഗ്സ് ഉണ്ട്. അതങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ പിന്നെ തല തിരിഞ്ഞ് കറങ്ങും. ഇങ്ങനെ കറങ്ങേണ്ടത് ഇങ്ങനെ കറങ്ങും. ഇങ്ങനെ കറങ്ങുമ്പോൾ ഹീറ്റഡ് എയർ സർക്കുലേറ്റ് ചെയ്യും. ഒരു ഫാനിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റൂലേ? എന്താലേ. ഇതിനൊക്കെ പുറമെ ഇതിന്റെ ലുക്ക് തന്നെ മാറ്റുന്ന UI LEDs കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫാൻ സ്പീഡ് അറിയാം, ടൈമർ കൗണ്ട് അറിയാം, മറ്റു മോഡുകളിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അതൊക്കെ അറിയാം. നല്ല ലുക്ക് ആയിട്ടുള്ള ബ്ലൂ LEDs കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലായല്ലോ, സാധാരണ ഫാനുകളിൽ കാണുന്ന LED അല്ല, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള LED ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെ നമുക്ക് രാത്രി ചെറിയൊരു വെട്ടായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. സംഭവം എന്തായാലും കൊള്ളാം. ഇത്രയും ഫീച്ചറൊക്കെ തന്നിട്ടുണ്ട്, അപ്പൊ അത്രയും കറണ്ട് ആവില്ലേ എന്നായിരിക്കും ചിന്ത. എന്നാൽ ഇതുകൊണ്ട് കറണ്ടും നമുക്ക് ലാഭിക്കാം. ഏകദേശം 53% ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാം. വർഷത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1518 രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റുമെന്നാണ്
കമ്പനി പറയുന്നത്. ആ വീഗാർഡിന്റെ ഇൻസൈറ്റ് ജി എന്നുള്ള ഈ ഒരു മോഡൽ കാണാൻ അത്യാവശ്യം പ്രീമിയം ലുക്ക് ഉണ്ട്, നല്ല ഡിസൈൻ ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്, കറണ്ട് ബില്ല് ഒരുപാട് നമുക്ക് ലാഭിക്കാം, വിന്റർ സമയങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പം തല തിരിച്ചും ഈ ഫാനിനെ കറക്കിയെടുക്കാം. ഇതൊക്കെ നോക്കുമ്പോൾ നല്ല അമേസിംഗ് ആയിട്ടുള്ള ഒരു ഫാനാണ് ഈ വീഗാർഡിന്റെ ഇൻസൈറ്റ് ജി എന്നുള്ള ഈ ഒരു മോഡൽ. ഇനി ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും വാറണ്ടിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. 5 years വാറണ്ടിയും ഇതിന് നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ വീഗാർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരുപാട് വർഷങ്ങളായിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ സർവീസിന്റെ കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളത് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന്റെ ലൈവായുള്ള പ്രൈസ് അതുപോലെ മറ്റുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ലൈവായിട്ട് നിങ്ങൾ കാണുന്ന സമയത്ത് എത്രയാണോ പ്രൈസ് അത് കറക്റ്റ് ആയിട്ട് അറിയാവുന്നതാണ്. വിത്തിൻ 5 seconds മാത്രം മതി ആ ഒരു പ്രൈസ് അറിയാൻ. അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് അതിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോ എടുക്കാൻ നിൽക്കുന്നവരോ അല്ലെങ്കിൽ പഴയ ഫാനൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നൊക്കെ ഉണ്ടാവും, ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ കിട്ടുന്നതല്ലേ. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടും. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.